ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാഗമൺ പോയി കയറിയതിൻ്റെ ഒരു പാർട്ട് കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുക. എല്ലാവരും കണ്ടു നോക്കട്ടെ, ഒന്ന് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാം തീർച്ചയായിട്ടും. നമ്മളപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു പജേറോ സ്പോട്ടുണ്ട്, പിന്നെ നമ്മുടെ ചെറുക്കനുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ പുതിയതായിട്ടൊരു അതിഥി ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, ഒരു ജിംനിയാണ്. അവർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയിട്ട് വന്ന വഴിക്ക് അവർക്ക് നമ്മളിങ്ങനെ കയറണ കണ്ടപ്പോൾ ആ വണ്ടിയുടെ കേപ്പബിലിറ്റിയും കാര്യങ്ങളും എത്രത്തോളം പെർഫോമൻസ് ചെയ്യും എന്നും എല്ലാം കാണാൻ വേണ്ടിയിട്ട് അവരും വണ്ടിയായിട്ട് വന്ന് കയറി കേട്ടോ. നമ്മുടെ മോറ്റോയുടെ ഷോറൂമിൽ നിന്നുള്ളവരാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കം പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയേക്കാണ് ആ ടയറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്രാവൽ ചെയ്ത് പോകുന്നത് കണ്ടോ. ഇത്തവണ നമ്മൾ ആ ഷോക്ക് അബ്സറൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ടയർ റൂട്ടിൽ നിന്ന് പറയുന്നില്ല, പകരം കയറി ഇറങ്ങിയും കയറി ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഏത് വണ്ടിയുടെ ആണെങ്കിലും ഈ ടയറിൻ്റെ ട്രാവൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ചെറുക്കനും കാണാൻ പറ്റിയത് ഭയങ്കര കാര്യമാണ്. നമുക്ക് ഒരു ടയർ പൊങ്ങി മറ്റേ ടയർ താന്ന് കണ്ടോ, എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ കയറി ഇറങ്ങി പോണത് കാണാൻ. അതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്ന് വണ്ടി പറയുന്നില്ല, റോട്ടിൽ നല്ല ടയറിന് പിടുത്തം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് പ്രൊഫൻഡറിൻ്റെ ഷോക്ക് അബ്സറാട്ടോ. ഞാൻ അന്ന് മേടിച്ച സമയത്ത് 26,000 രൂപയോ എങ്ങാണ്ടോ ആയിരുന്നു അതിൻ്റെ റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് അതിനുള്ള വെർത്താണ്. കാരണം നമുക്ക് ഓഫ് റോഡിങ് അല്ല, ഓൺ റോഡിൽ പോലും നമുക്ക് നല്ല യാത്രാസുഖം കിട്ടുന്നൊരു ഷോക്ക് അബ്സറാട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഡോക്ടറിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇച്ചിരി കൂടെ ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കുറച്ചുകൂടി സ്മൂത്താണ്, സോഫ്റ്റാണ്, ഒന്നും പറയാനില്ല, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അത് അങ്ങനെ ഓരോ വണ്ടിയായിട്ട് ഇനി മേളിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ആദ്യം മേളിലേക്ക് കയറിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ പജേറോ സ്പോട്ട് അവനും സിദ്ധാർത്ഥും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വരുന്ന അതേ ട്രാവൽ ലെങ്ത്ത് അതുപോലെ ആ ഒരു സെറ്റപ്പ് ഇതിലേക്ക് വരുന്നില്ല. ഇതിന് വേറെ എന്ത് സിസ്റ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീപ്പൊക്കെ പോലത്തെ വണ്ടിയിൽ ഈ ബൊലേറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ടയർ നന്നായിട്ട് പൊങ്ങുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ. ഇപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ ഇപ്പോൾ കയറി പോയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെയാട്ടോ കയറിയത്. കണ്ടോ, അവിടെ അത്യാവശ്യം ഒന്ന് കറങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു ടയറിൽ ഇച്ചിരി ഹൈറ്റിലേക്ക് പൊങ്ങിയത് കൊണ്ടായിരിക്കണം അങ്ങനെ കറങ്ങേണ്ടി വന്നത്. പിന്നെ ഈ വണ്ടിക്ക് ആവശ്യമില്ലാണ്ട് കുറേ പവർ കൊടുത്തേക്കുമോ. പതുക്കെ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ മാന്തി പറിച്ചിട്ടിട്ടാ പോവുള്ളൂ. ഒരു ടോർക്കോടുകൂടി പിടിച്ച് പതുക്കെ നടന്ന് കയറാനുള്ളൊരു സെറ്റപ്പ് ഈ വണ്ടിയിൽ അവൻ കാല് കൊടുക്കണതിൻ്റെ കുഴപ്പമായിരിക്കണം. അങ്ങനെ അതേ നമ്മുടെ ജിംനിക്കുട്ടൻ വന്നു. ഫസ്റ്റ് വന്നത് അവിടെ ഇതൊന്നാതെ ഈ വണ്ടിയുടെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് സ്റ്റോക്ക് കണ്ടീഷനാണ്. അതായത് സാധാ നോർമൽ ടയർ, നമ്മുടെ സ്വിഫ്റ്റയിലൊക്കെ വരുന്ന കൂട്ടൊരു ടയറാട്ടോ. ഒരു 80 ടയർ പോലും അല്ല. അതൊരു വലിയൊരു അപാകതയായിട്ട് എനിക്ക് തോന്നി. കാരണം കമ്പനി വിടുമ്പോൾ ഒരു 80 ടയറെങ്കിലും വെച്ചിട്ട് ജിംനിനെ വിടാമായിരുന്നു. എന്നാലും ഈ ഒരു ടയറും വെച്ചുകൊണ്ടുള്ള എൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു വണ്ടിക്ക്. അല്ല, ഓവറായിട്ട് ത്രെഡൊന്നും ഇല്ല ടയറിൽ. ടയർ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് ഇനി അവർ കയറി വരുന്നതിൻ്റെ നോക്കിയിട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ജിംനി വരുന്നത്. തൃശ്ശൂരും നമ്മുടെ യാത്ര ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ജിംനി വരുന്നത്. അതായത് മൂവാറ്റുപുഴ നെക്സാ ഷോറൂമിൽ നിന്ന് വന്നവരാട്ടോ. അവർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എന്തിനും കണ്ട് പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കയറിയപ്പോൾ അവർക്കും ഒന്ന് കയറ്റണം എന്നൊരാഗ്രഹം, അങ്ങനെ കയറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ വണ്ടി ചെയ്യുമ്പോൾ വണ്ടിയുടെ എല്ലാ മേഖലകളും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് പറയുമ്പോഴും അത്രയും അധികം വിശ്വാസതയും ആ ഉറപ്പോടും കൂടി പറയാലോ എന്നുള്ള ധൈര്യത്തിലാട്ടോ അവരും കയറി വരുന്നത്. അങ്ങനെ അവരും കയറി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടുത്തൊരു ടാസ്ക്, ചെറിയൊരു കയറ്റമുണ്ട്. അത് കയറി പോണതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ആ ജിംനി കയറി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. മെയിനായിട്ട് വണ്ടിക്ക് സൗണ്ട് കുറവാണ്. പിന്നെ അതുപോലെ വളരെ ഈ കളിപ്പാട്ടം വണ്ടിയായി കയറി വന്നു കേട്ടോ. ഹൈറ്റ് ഇപ്പം ഇച്ചിരി കുറവാണ്, ടയറും മോശമാണ് എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്തുള്ളൂ. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ നിന്ന് നേരെ അടുത്ത് മേളിലേക്ക് പോകാട്ടോ. പക്ഷേ ജിംനിയുടെ പെർഫോമൻസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം സാർ ആ ഒരു കയറ്റം കയറാൻ നേരത്ത് വലിയ സ്ട്രഗിളൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് കയറി. ബാക്കിയുള്ള വണ്ടിയൊക്കെ വെച്ച് കറങ്ങിയിട്ടാണ് കയറിയെന്ന് തോന്നുന്നു. എന്നാലും
ജിംനി എന്തായാലും പൊളിച്ചു, ഇഷ്ടപ്പെട്ടു. നമ്മൾ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിരുന്നു കേട്ടോ. ഇനി അവിടെ നിന്ന് പതുക്കെ മേളിലേക്ക് പോയി. ഇങ്ങോട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വഴിയില്ല, ചുമ്മാ വെള്ളം ഒഴുകി മൊത്തം വഴി പോയ ഒരു ഏരിയ ആട്ടെ ഇവിടെ. അപ്പോൾ നമ്മൾ അതിലൂടെ മേളിലേക്ക് കയറി പോകാം. എന്തായാലും ആ മേളിൽ കയറുന്ന ഭാഗത്ത് ഒരു ഇടുങ്ങിയ പോർഷൻ സ്ഥലമുണ്ട്, അതിലൂടെയൊക്കെ വേണം കയറി പോകാൻ. എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും, ഓരോ വണ്ടിയുടെയും പെർഫോമൻസ് മനസ്സിലാവുമല്ലോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേന് ഇച്ചിരി ഹൈറ്റുള്ള ആണെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ അടി ഇടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ഈ ഭാഗത്ത്. കാരണം ഇങ്ങോട്ട് മേളിലേക്ക് കയറി പോകാനായിട്ട് നല്ല അടിപൊളി സ്ഥലം അപ്പുറം വേറെ ഉണ്ടെങ്കിലും നമ്മൾ ഓഫ് റോഡേഴ്സ് ഓഫ് റോഡ് ചെയ്യുക, ഓഫ് റോഡ് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഈ വഴി കൂടെ വന്ന് കയറുന്നതാട്ടോ രസം. തൊട്ടപ്പുറം വേറെ വഴിയുണ്ട്, എന്നാലും നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഇതിലൂടെയായിട്ടേ കയറി പോകാറുള്ളൂ. ഇപ്പോൾ കയറിയ ഭാഗം ഇച്ചിരി ഒരു ഇടുങ്ങിയ ഭാഗമാണ്, ഇച്ചിരി വീതി കൂടിയ വണ്ടിയൊക്കെയാണെങ്കിൽ അവിടെ വന്നിട്ട് കിടന്ന് കറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കയറിപ്പോയിട്ടോ. അപ്പോൾ ഇതിൽ മറ്റേ ഓട്ടോ ലോക്കറൊക്കെ ഉണ്ട്, പക്ഷെ അത് വർക്കാവുന്നില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം വർക്കാവില്ലാത്തൊരു സിസ്റ്റമാണ്. അതെന്താ അതിൻ്റെ സെറ്റപ്പ് ഒന്നും മനസ്സിലായില്ല. എന്നാൽ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോഴൊക്കെ വർക്കിംഗ് ആണെന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ ആവശ്യമുള്ള സമയത്തൊന്നും വർക്കിംഗ് ആയി കാണുന്നുമില്ല. ഇടയ്ക്കൊരു ഗതയും പിടിച്ചൊരാൾ നിൽക്കണ കണ്ടോ, അത് ഗതയൊന്നും അല്ല കേട്ടോ, നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ചാടിപ്പോയൊരു പീസാട്ടോ. അത് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കണ സംഭവം, അത് ഇളകിയിരിക്കുമായിരുന്നു. ഇമാതിരി ഓഫ് റോഡും പോയി അലക്കി പറിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഊരി പോവും. എന്തായാലും അവൻ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി. ഇനി അടുത്ത് ജിംനിയാട്ടോ. അതിന് ഹൈറ്റ് കുറവാണ്, അതാണ് ഒരു കുഴപ്പം. മറ്റേ നമ്മുടെ ഇപ്പം പജറ സ്പോട്ടിന് ഹൈറ്റ് ഉണ്ടായിട്ട് പോലും നമ്മളവിടെ പോയി പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വണ്ടിയിൽ നല്ല സെറ്റപ്പാണ്, കാരണം ലോക്കറുകൾ കയറി പിടിക്കുന്നുണ്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നന്നായിട്ട് വരുന്നത് കേട്ടോ. ഇച്ചിരി കൂടെ ഹൈറ്റ് ഒരു 80 ടയറൊക്കെ ആണെങ്കിൽ വളരെ കൂളായിട്ട് വണ്ടി കയറി പോകുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആ ഭാഗത്ത് വണ്ടിയുടെ സെൻറ്റർ ഉടക്കി, വണ്ടി മുമ്പോട്ടും ഇല്ല പുറകോട്ടും ഇല്ലാത്ത രീതിയിലായിട്ട് ഉടക്കി പോയിട്ട് അവിടെ. പിന്നെ എല്ലാവരും കൂടി തള്ളി ഇറക്കി അവിടെ നിന്ന് അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ സീനുണ്ടായില്ല, പിന്നെ വളരെ കൂളായിട്ട് തന്നെ കയറി പോയിട്ടോ. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഈ ഓഫ് റോഡൊക്കെ പോണ സമയത്ത് പല മലകളിലും ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ വരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് കയറുമ്പം അതാണ് അവരുടെ എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് മാറും കേട്ടോ. പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ നിൽക്കണു, ഹെൽപ്പ് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു, വണ്ടി കയറുന്ന കാര്യം പറയണു, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ കയറ്റി വരുന്ന ആൾക്കാരാട്ടോ. എന്ന് പറഞ്ഞ പോലെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് തന്നെ ഒരുപാട് ഓടി കിടന്ന് ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, പിന്നെ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ഒരു കാര്യമില്ലാണ്ട് ഒരുപാട് ആത്മവിശ്വാസം വാരിക്കോരി തരും കേട്ടോ അവരൊക്കെ. എന്നിട്ട് എന്തായാലും വേണ്ട അവിടെ നിന്ന് കയറി. പക്ഷേ ഇവിടെ വെച്ച് നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. വണ്ടി അവിടെ നിന്ന് കയറി വരുമ്പോഴൊക്കെ വളരെ സിമ്പിളായിട്ടും പതുക്കെയാണ് കയറി വന്നത്. പക്ഷേ ഇവിടെ ഒരു ഏരിയയിൽ വെച്ചിട്ട് എന്തായാലും ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും കേട്ടോ. കേട്ടില്ലേ? ആ സൗണ്ടാണ് വണ്ടിയുടെ. ഞാൻ ഓർത്തു ആക്സിൽ ഒടിഞ്ഞു എന്ന് പറഞ്ഞു. ആദ്യം ഹൗസിങ്ങിൽ നിന്നുള്ള ജോയിൻറ്റ് ഊരിപ്പോയിന്നാണ് ഓർത്തെ, പിന്നെ ഓർത്തു ആക്സിൽ ഒടിഞ്ഞു വന്നു. പക്ഷേ ഇതൊന്നും സംഭവിച്ചതല്ല. ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഈ ഫ്രീ വീലിപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഉള്ള ആ പുറത്തിട്ടേക്കുന്ന ഒരു കപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിലെ ത്രെഡ് ഇങ്ങനെ മൊത്തം ചെത്തിപ്പോയ പോലെ ആയിപ്പോയി. അപ്പോൾ ആക്സിൽ ചുമ്മാ കിടന്ന് കറങ്ങുമായിരുന്നു. അതുകൊണ്ട് 4 വീൽ വർക്കിംഗ് അല്ല. നിലവിൽ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു പണി കിട്ടുന്നത്. പിന്നെ മേളിലെത്തി കഴിഞ്ഞിട്ടാണ് വന്നത്. ഇനി 4 വീൽ ഇട്ടാലും ചുമ്മാ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, ടയറിൽ കറക്കാൻ പറ്റില്ല.
ചുമ്മാ കിടന്നിട്ട് ആക്സിലിടുന്ന് കറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പണി നമ്മുടെ ചെറുക്കന് ഇവിടെ വെച്ച് കിട്ടി. പിന്നെ കുഴപ്പമില്ല, ഫ്രണ്ട് അത് നമുക്കറിയത്തില്ല, നമ്മൾ ആക്സിൽ ഒടിഞ്ഞു എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വിഷയമൊന്നും ഉണ്ടായില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ബാക്ക് വീലാണ് പിടിക്കുന്നുള്ളൂ, ഫ്രണ്ട് അനങ്ങണില്ല. ഫ്രണ്ടിൽ പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഗിയർ ബോക്സ് കറങ്ങുന്നുണ്ട്, ആക്സിൽ കറങ്ങുന്നുണ്ട്, പക്ഷേ ടയർ കറക്കം വരുന്നില്ല. അത് പറ്റിപ്പോയി. ഇനിയിപ്പോൾ നന്നായിട്ട് കാല് കൊടുത്ത് വേണം കയറാൻ. കാല് കൊടുത്ത് മേളിൽ പോയി എന്താ സംഭവിച്ചത് നോക്കാമെന്നുള്ള പ്ലാനിങ്ങിലാട്ടോ ഇവിടുന്ന് കയറണേ. പണി കിട്ടിയ നമ്മുടെ വണ്ടിയാണ് ഇത്. മഞ്ഞ കളറുണ്ട് കണ്ടുപിടിച്ചത്. വാവ്, ഫുള്ള് കോട കയറി മൂടിയേക്കോട്ടെ ഇവിടെ. ഞാനും ഹെഡ്ലൈറ്റ് ഇടാൻ മതിയാണ്. തെളിയുള്ളി ഇത്രയധികം മഞ്ഞ് കയറി വന്നപ്പോൾ നമ്മൾ ഓർക്കും തണുത്ത് വിറച്ചായിരിക്കും അവിടെ നിൽക്കണമെന്ന്. പക്ഷേ എങ്കിൽ നേരെ തിരിഞ്ഞായിരുന്നു കേട്ടോ. കാരണം തണുപ്പെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ഒരു എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. തണുപ്പ് കയറി വന്നില്ല, പക്ഷെ മഞ്ഞ് കയറി വന്നു. മഞ്ഞിനാണെങ്കിൽ തണുപ്പില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഡൗൺ ടൗണിൻ്റെ മോട്ടീവിൻ്റെ യൂട്യൂബർ ഓടി നടന്ന എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് നമുക്കില്ല, അതുകൊണ്ടാണ് ഓടിയത് സപ്പോർട്ട് പിടിക്കണം. നമ്മുടെ വീഡിയോയിൽ ഇതുവരെ ജിമ്നി വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈം എത്താനുള്ള യോഗ എന്തായാലും നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പറയണോ? തുറന്ന് പറയട്ടെ, രണ്ട് കച്ചവടം വേണ്ട. തുറന്ന് പറയട്ടെ, നമ്മളങ്ങനെ അതെ മലയുടെ മേളിൽ വന്നപ്പം ഇഷ്ടംപോലെ ആൾക്കാരും കൂട്ടത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും. പേര് പറഞ്ഞേ? ജോഷി എൽദോ. ഇവിടെ പേര് ഒബിൻ. ആ കൊള്ളാലോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് താഴത്ത് ജീപ്പോയിട്ട് മേളിൽ കയറി വന്നു. അങ്ങനെ അവർ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ടാറ്റ, ബൈ. നമ്മളിത് യാദർശികമായിട്ട് വന്ന് വെട്ടതാണ് ഇതിൻ്റെ മേളിൽ. വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽ ഇന്നും ഒരു ജിമ്നി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ യാദർശികമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും വേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാരെയും കൊണ്ട് ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കയറേണ്ടി വരും. അങ്ങനെ അത് രണ്ട് സഹോദരങ്ങൾ നെക്സയിലെ ഷോറൂമിലെ എന്താ പേരെന്താ? ഹാഷിമ ഷജാസ് ഹാഷിം രണ്ടുപേരും കൂടെ വന്നോട്ടെ. എന്തായാലും അവരവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഇടയ്ക്ക് തിരിച്ചു പോകാൻ നോക്കി, തിരിച്ചു വരി നാണക്കേടാണ് കേട്ടോ. ഞങ്ങൾ നാറ്റിച്ചേനെ അങ്ങിട്ട് എന്തായാലും കൂളായിട്ട് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആക്സിലൊന്നും ഇവിടെ മേളിലെത്തി പൊടിഞ്ഞു. അതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നായിരുന്നു, അതും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ട്, എല്ലാവരും അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റിലാട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പം ഇവിടെ ജിംനി ആയിട്ട് കയറി വന്ന ഷോറൂമിൽ നിന്ന് വന്നവരാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവർ കയറി വരാനുള്ള സാഹചര്യത്തെപ്പറ്റി എന്താണ് നിങ്ങൾ കയറി വരേണ്ട കാരണം നിങ്ങൾ സാധാരണ റൂട്ടിൽ കൂടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചായിരുന്നു.
അങ്ങനെ റോട്ടിൽ കൂടെ പോവല്ല ചെയ്തേ. എന്നാണ് കാരണം? വലിയൊരു പരീക്ഷണം വെച്ചു നിങ്ങളെ കണ്ടപ്പോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ വഴിയാ, വാഗമണിൽ നിന്ന് തിരിച്ചു വന്ന വഴിയാ. ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് വന്നിട്ട് അപ്പൊ തിരിച്ചു വന്ന വഴിക്ക് നോക്കുമ്പോ രണ്ട് വലിയ വണ്ടികള് പുറകെ വരുമ്പോ കുഞ്ഞൊരു വണ്ടി കയറി വന്ന പോലെ തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്താണ്. പക്ഷെ വലിയ വണ്ടികൾ കയറണ കണ്ടപ്പോ ഞങ്ങൾക്കൊരു തീരുമാനം, ഒന്ന് കയറ്റി നോക്കാം. എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഒരു അഭിപ്രായമാണ് ചെറിയ വണ്ടിയല്ലേ, എന്നുള്ള കേപ്പബിലിറ്റിയും കാര്യങ്ങളെല്ലാം ചോദിക്കലുണ്ട്. എങ്കിൽ പിന്നെ അതൊന്ന് ചെയ്തു നോക്കാം എന്നുള്ളതിനകത്ത് ഞങ്ങൾ കയറി നോക്കിയതാണ്. ഇപ്പൊ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ചുമ്മാ എക്സേല് ചെറിയ വണ്ടികൾ വിറ്റുകൊണ്ടിരുന്ന ഒരു ആളാണ്. അങ്ങനെ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ വഴി സിമ്പിൾ ആയിട്ട് വണ്ടിയുടെ ഒരു സ്വന്തം വണ്ടിയുടെ ഒരു പവറും കൊണ്ട് അത് കയറി വന്നതാ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണായിരിക്കും, വളരെ ചെറിയ എഫേർട്ടാ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. വണ്ടി നല്ല എഫേർട്ട് എടുത്ത് വണ്ടി കയറി. നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വണ്ടി കയറാൻ വളരെ കൂളായിട്ട് കയറുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഹൈറ്റ് ഇച്ചിരി കുറവാണ്, അത് കുഴപ്പമില്ല. അത് നോർമൽ ടയർ അപ്പൊ വണ്ടി കിടക്കുന്നത് നോർമൽ ടയർ വരുന്ന ടയർ തന്നെ അതിനകത്ത് യൂസ് 80 ടയർ പോലും അല്ല കേട്ടോ. അത് വെച്ചിട്ടാ കയറി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് കരുതി കയറിയാണ്. എന്തായാലും ഞങ്ങള് എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ സക്സസ് ആയി. നമുക്ക് വണ്ടിക്ക് ഈ മാസം ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ കേട്ടായിരുന്നു. ഓഫർ ഉണ്ട്. അതുകൂടാതെ 25,000 രൂപ വരെ വരുന്ന കിറ്റും ഫ്രീ ആയിട്ട് ഈ മാസം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ലാഖ് ഓഫർ വന്നിരിക്കുന്നത് ഇപ്പൊ ഇയർ എൻഡിങ് ആയതുകൊണ്ട് അതിന്റെ ഓഫർ ആണ്. ഓ അങ്ങനെയാണ്. വണ്ടികൾ കുറെ ഉണ്ട്, അതിന് നമുക്ക് ഇയർ എൻഡ് ഓഫർ ഇപ്പൊ കുറെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. ബേസ് മോഡലൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അതെ, ബേസ് മോഡലിനാണ് ഈ പറഞ്ഞ 2 ലക്ഷം ഓഫർ വന്നിരിക്കുന്നത്. മറ്റേ ടോപ്പ് എൻഡിനൊക്കെ സെയിം റേറ്റ് തന്നെയല്ലേ? അല്ല, ടോപ്പ് എൻഡിന് 1.5 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഓ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കസ്റ്റമറിന് ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും ചെയ്തു തരും. എന്തായാലും തകർത്തു. എന്തായാലും ഇനിയും ബുക്കിംഗ് കൂടട്ടെ എന്ന് ആശംസിക്കാം. കാരണം ഇത് കൂടെ ഓഫ് റോഡ് ടെറൈനുകൾ ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് ഈ വണ്ടി അത്രയും കൂളായിട്ട് കയറുക. ഫസ്റ്റ് നമ്മൾ കയറ്റം കണ്ട നന്നായിട്ട് കയറുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് കയറണം. അതും സാധാ സ്റ്റോക്ക് ടയർ എന്ന് വെച്ചാൽ നമ്മുടെ സ്വിഫ്റ്റിലെ കിടക്കുന്ന കൂടി ടയർ എനിക്ക് ഫീൽ ചെയ്യണം. അതേ കൂടി ടയർ വിട്ടാട്ടോ വണ്ടി കയറിയത്. 80 ടയർ പോലും അല്ല, 80 ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും. എന്തായാലും എല്ലാവരും തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എല്ലാവരും ഇടുന്നു. മിക്ക ആളുകളും അതെ എടുക്കുന്നവരെല്ലാം അപ്ഗ്രേഡ് ചെയ്ത അഭിപ്രായം. കൂടുതൽ നല്ല ടെറൈനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂട്ട് ഓഫ് റോഡ് ചെയ്ത് കാണിക്കണമെങ്കിലും കാണിച്ചു തരും കേട്ടോ. എന്തായിരുന്നു പേരെന്നായിരുന്നു പറഞ്ഞത്? ഹാഷിം എന്നാണ് എൻ്റെ പേര്. നെക്സ. ഞാൻ താഴെ ഫോൺ നമ്പർ കൊടുത്തേക്കാം. ഷജാസ് നെക്സ മൂവാറ്റുപുഴ. ഇവിടെ ഒരായിരുന്നു വിളിച്ചിങ്ങനെ വീഡിയോഗ്രാഫറായിട്ട് നിൽക്കോട്ടോ, ആൽബി. അപ്പോൾ എന്തായാലും കൊള്ളാം, കാണാം. കുറച്ച് രാത്രിയായി, എന്നാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ നമ്മുടെ ഡ്രൈവും കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോവാട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വണ്ടിയായിട്ട് വന്നൊക്കെ ഉണ്ട്. പുറകിൽ അതുപോലെ അവർ ജിമ്മിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവരും വരുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥൻ ടീമും ഉണ്ട്. നമ്മളിത് പതുക്കെ അങ്ങനെ നൈസായിട്ട് ഇനി താഴത്തേക്ക് പോകും. അപ്പം കയറി വന്ന വഴിക്കല്ല നമ്മൾ ഇറങ്ങി പോകുന്നത്. കാരണം ഇപ്പോൾ രാത്രി ആയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ആക്സിലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒടിഞ്ഞതാണോ പൊട്ടിയതാണോ എന്നാന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ 4 വീലറിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കട്ടെ. ഇപ്പോൾ ഫുൾ ഓടിച്ചോ, അങ്ങനെ വരട്ടെ, പേടിക്കണ്ട. ഇങ്ങോട്ട് പിടിക്കുക, ടയർ ഇങ്ങോട്ട് പിടിച്ചോ, ലെഫ്റ്റിലേക്ക് പിടിക്കുക. അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ, പതുക്കെ. ഇനി പോട്ടെ. ഇവിടെ ലെഫ്റ്റ് പിടിച്ചോ, ഈ ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കോ. ലെഫ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ വണ്ടി? ശരിയാലോ. ഇത്ര സൈലന്റ് ആവാൻ പാടില്ല. എല്ലാം ഉണ്ടെന്ന് അതിൻ്റെ അകത്ത്. ലെഫ്റ്റ് തന്നെ പിടിച്ചു നോക്കോ. എടാ പൊങ്ങിയെന്ന് വെച്ചിട്ട് മറിഞ്ഞിട്ടില്ലല്ലോ, നീ ഇങ്ങ് വാ. ഈ സൈഡ് പിടിച്ചോ. എടാ നീ ലെഫ്റ്റ് വാടാ. അവിടെ നിന്നോ. പോട്ടെ. ഫുള്ളായിട്ട് ലെഫ്റ്റ് ഓടിച്ചോ. നീ ഫുള്ള് ലെഫ്റ്റ് ഓടിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഒന്ന് ബാക്കി പൊങ്ങും, പേടിക്കണ്ട കേട്ടോ. ബാക്കൊന്ന് ചെറുതായിട്ട് പൊങ്ങും. നീ ആ കയ്യാലേ കൂടെ വന്നെ, അതുകൊണ്ട് പേടിക്കണ്ട. നീങ്ങ് വാ. പോട്ടെ. ഇനി കുഴപ്പമില്ല. എടാ ഇങ്ങോട്ടാക്ക്. അങ്ങനെ നമ്മൾ ഈ റോഡിലേക്ക് എത്തി.
ജിമ്മിൻ തീ പോലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോകട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി പ്ലേസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നല്ല നല്ല സ്ഥലങ്ങൾ, നല്ല നല്ല ട്രയലുകൾ, നല്ല നല്ല ടാസ്കുകൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ വരാം, ഡ്രൈവ് ചെയ്യാം. ഇപ്പം നമ്മളായിട്ട് കണ്ടുപിടിച്ച കുറേ സ്ഥലങ്ങളെല്ലാം തീർന്നു, ഇനി പോകാനൊന്നുമില്ല, പോയി മടുത്തു. അപ്പോൾ അതുകൊണ്ട് പുതിയ സ്ഥലങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലാഗ് വരുന്നതിൻ്റെ മെയിൻ കാര്യം കേട്ടോ. എന്തായാലും വേണ്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്നായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.